എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഈ ആഴ്ച യൂണിവേഴ്സ് നമുക്ക് നൽകുന്ന എൻ്റെ വ്യൂസിന് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വിവാഹ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ പേഴ്സണൽ റീഡിങ് എടുത്ത് അതിൽ തടസ്സങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് പരിഹാരം ചെയ്തു പോയാൽ അത് ആ തടസ്സങ്ങൾ മാറിക്കിട്ടും കേട്ടോ. അപ്പൊ പേഴ്സണൽ റീഡിങ് പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവര് ഇതെന്റെ വാട്സാപ്പ് നമ്പർ ആണ്, ഇതിൽ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. വിളിക്കേ അല്ലെങ്കിൽ മെസ്സേജ് ഇടേ എന്തെങ്കിലും ചെയ്യാം. പേഴ്സണൽ റീഡിങ് ചെറിയൊരു ഫീസ് ഉണ്ട് കേട്ടോ. അപ്പൊ പേഴ്സണൽ റീഡിങ് എടുത്തതാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും തരണം എനിക്ക്. ഇല്ലെങ്കിൽ റീഡിങ് എടുത്തു തരും. ഉണ്ടായ ഒന്നും കൂടി നന്നായി, അതാണ് പറഞ്ഞത്. കിട്ടിയാലേ അത് നന്നായി, അല്ലെങ്കിലും റീഡിങ് എടുത്തു തരും. അപ്പൊ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി, ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. യൂണിവേഴ്സ് എൻ്റെ വ്യൂസിന് ഈ ആഴ്ച യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണ്? യൂണിവേഴ്സ് എൻ്റെ വ്യൂസിന് ഈ ആഴ്ച യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണ്? യൂണിവേഴ്സ് ഈ ആഴ്ച എൻ്റെ വ്യൂസിന് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണ്? ഈ ആഴ്ച എൻ്റെ വ്യൂസിന് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണ്? യൂണിവേഴ്സ് ഈ ആഴ്ച എൻ്റെ വ്യൂസിന് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണ്? യൂണിവേഴ്സ് ഈ ആഴ്ച എൻ്റെ വ്യൂസിന് നൽകുന്ന മെസ്സേജസ് ഈ ആഴ്ച എൻ്റെ വ്യൂസിന് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണ്? 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 യൂണിവേഴ്സ് ഈ ആഴ്ച വ്യൂസിന് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണ്? യൂണിവേഴ്സ് ഈ ആഴ്ച എൻ്റെ വ്യൂസിന് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണ്? 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 ഈ ആഴ്ച 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 വ്യൂസിന് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണ്? അപ്പൊ കാർഡ് എടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇത് കാണുമ്പോ ഇത് നിങ്ങളുടേതാണെന്ന് ചിന്തിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് കാണാം. നിങ്ങളുടെ എനർജി ആയിട്ട് വരാൻ പ്രാർത്ഥിച്ചിട്ട് കാണണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഒരു പുതിയൊരു തുടക്കം ഉണ്ടാവാൻ പോണെന്നാ പറയണത്. നിങ്ങൾക്ക് ജോലിയിലായാലും എല്ലാ കാര്യത്തിലും ഒരു പുതിയ തുടക്കമാണ് ഉണ്ടാവാൻ പോണത്. പുതിയ ഐഡിയകളൊക്കെ നിങ്ങൾക്ക് വരാം, പുതിയ അവസരങ്ങളൊക്കെ വരാം. ഇപ്പൊ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്കാണെങ്കിൽ അവർക്ക് പുതിയ അവസരങ്ങൾ വരും. എന്നിട്ട് പുതിയ കമ്പനിയിലെ പുതിയ നല്ലൊരു ജോലിയൊക്കെ കിട്ടുക, അതിനൊക്കെ ഒരു പുതിയ തുടക്കത്തിന്റെ സമയമാണ് ഇനി നിങ്ങൾക്ക് എല്ലാ വശങ്ങളിലും ഭാഗ്യമാണ്, വിജയമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നിങ്ങളുടെ കഠിന പ്രയത്നം കൊണ്ട് നിങ്ങൾക്ക് വിജയം ഉണ്ടാവുന്നു എന്നാണ് പറഞ്ഞത്. എല്ലാ കാര്യത്തിലും ഇനി നിങ്ങൾക്ക് വിജയം ഉണ്ടാകാൻ പോകുന്നു എന്നാണ് പറയണത് കേട്ടാ.
ഇപ്പൊ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരുപാട് കഷ്ടങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. അപ്പൊ അത് തീർന്നു. ആ ബുദ്ധിമുട്ടുകളും കഷ്ടങ്ങളൊക്കെ അനുഭവിച്ചതിന്റെ ദുരിതങ്ങളൊക്കെ അനുഭവിച്ചതിന്റെ കാലഘട്ടം തീർന്നു. ഇനി നല്ലൊരു കാലഘട്ടത്തിന്റെ തുടക്കമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. വളരെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ നിറഞ്ഞൊരു കാലഘട്ടം നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി നല്ലൊരു കാലഘട്ടം നിങ്ങൾക്ക് വരാൻ പോകുന്നു കേട്ടോ. ഇതൊരു പൂർത്തീകരണത്തിന്റെ കാർഡാണ് ടെൻ ഓഫ് സോർഡ്സ്. അപ്പൊ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ കഴിഞ്ഞു എന്നാണ് അർത്ഥം. ഇനി നല്ലൊരു സമയമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് കേട്ടോ. ഇനി നല്ലൊരു എന്തോ നിങ്ങളുടെ ജോലിയൊക്കെ ചിലപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി നഷ്ടപ്പെടുക അല്ലെങ്കിൽ ഒരു ബന്ധം നഷ്ടപ്പെടുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കാണാം. അതൊരു സാധ്യതയുണ്ട് ചിലർക്ക്. എന്തെങ്കിലും ബിസിനസ്സിൽ എന്തെങ്കിലും തകർച്ച ഉണ്ടാവേ അത് കഴിഞ്ഞു. ആ സംഭവങ്ങൾ കഴിഞ്ഞു. ചിലപ്പോൾ ജോലി നഷ്ടപ്പെടാ അല്ലെങ്കിൽ ബന്ധത്തില് റിലേഷൻഷിപ്പില് ബന്ധം തന്നെ നഷ്ടപ്പെടാ അങ്ങനെ കുറെ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നല്ലൊരു മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്. പുതിയൊരു തുടക്കമാണ് ലൈഫിൽ, ഒരു പുതിയ തുടക്കം ഉണ്ടാവാൻ പോകുന്നു എന്ന് പറയണത്. അതിന് പ്രതീക്ഷയോടെ കാത്തിരിക്കാനാണ് പറയണത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വന്നത് എയ്റ്റ് ഓഫ് കപ്സ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഒരുപാട് വേദനകളൊക്കെ അനുഭവിച്ചു കഴിഞ്ഞുണ്ട്. നിരാശ, ഉപേക്ഷിക്കൽ, ആരോ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്. നിങ്ങൾ സ്നേഹിച്ചിരുന്ന വ്യക്തിയോ നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് വേദന അനുഭവിച്ചു. ആരും നിങ്ങൾ ഉപേക്ഷിച്ചു പോയെന്ന് പറയാം. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. ഈ വേദന നിങ്ങൾക്ക് ഭാവിയിലേക്ക് ഒരുപാട് സന്തോഷം തരുന്നതാണെന്നാണ് പറയുന്നത്. ഇനി ജീവിതത്തിലെ എല്ലാ നന്മയും സമ്പത്തും ഇനി നിങ്ങൾക്ക് ഭാവിയിലെ ലൈഫില് നന്നായിട്ട് വരും. ഇപ്പൊ നിങ്ങൾ ആരോ വളരെ ആഴത്തില് വേദനിപ്പിച്ചിട്ട് പോയിട്ടുണ്ട്. അതിന്റെ വേദനയാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ട് കുറെ അനുഭവിച്ചു. റിലേഷൻഷിപ്പിലും നിങ്ങൾ സ്നേഹിച്ചിരുന്ന വ്യക്തി നിങ്ങളെ ഇട്ടിട്ട് പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി നഷ്ടപ്പെടാ, കുറെ നഷ്ടങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ വേദന കുറെ അനുഭവിച്ചു. അതൊക്കെ തീർന്നു. ഇനി നല്ല കാലം വരുന്നു എന്നാണ് പറയണത് കേട്ടോ. അമ്മേ നാരായണി. പിന്നെ വന്നിരിക്കുന്ന എന്താ നിങ്ങൾക്ക് എന്താണ് പിന്നെ ഒരുപാട് സമ്മർദ്ദം നിങ്ങൾ അനുഭവിച്ചു കൂട്ടി. നിങ്ങൾ ഒരുപാട് പ്രോബ്ലങ്ങള് നിങ്ങളെ അനുഭവിച്ചു കൂട്ടി. ഭയാനകമായ ഒരുപാട് ആശങ്കകള്, ഒരുപാട് സമ്മർദ്ദം, ഇത് വളരെ കുറെ ദുഃഖങ്ങൾ നിങ്ങൾ അനുഭവിച്ചു. വളരെയധികം വിഷാദം അനുഭവിച്ചു. നിങ്ങളുടെ ഇപ്പൊ അനുഭവിച്ചതിനൊക്കെ ഇനി പരിഹാരമുണ്ട്. ഇനി നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല നല്ല കാര്യങ്ങളാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചു. ജോലിക്കൊക്കെ ഒരുപാട് ജോലി ഭാരമൊക്കെ ആയിരുന്നു. അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചതിന് ശേഷം ഇനി നല്ലൊരു കാലം വരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് 3 ഓഫ് പെന്റക്കിൾസ്. നിങ്ങളെ നിങ്ങളുടെ ജോലിയിലായാലും ബിസിനസ്സിലായാലും നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിലൊക്കെ നിങ്ങൾ വളരെ വൈദഗ്ധ്യം ഉള്ളവരാണെന്നാണ് പറയുന്നത്. നല്ല കഴിവുള്ളവരാണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ചെയ്യുന്ന കർമ്മത്തോട് നിങ്ങൾക്ക് വളരെ ആത്മാർത്ഥതയായിട്ട് നിങ്ങൾ ജോലി ചെയ്യുന്നതാണ് പറയണത്. നിങ്ങൾക്ക് നല്ല കഴിവുകളൊക്കെ ഉണ്ട്. നിങ്ങളുടെ കഴിവിലൂടെ തന്നെ നിങ്ങൾ പ്രശസ്തരാകും എന്നാണ് പറയണത്. നിങ്ങളുടെ വിജയം നിങ്ങളുടെ കൈകളിൽ തന്നെയുണ്ട്. നിങ്ങൾക്ക് എല്ലാ കഴിവുകളും ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇനി എല്ലാത്തിനും ലാഭമാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ പ്രോജക്റ്റിനല്ല എല്ലാത്തിനും നിങ്ങൾ എന്താ ചെയ്യുന്നത് അതിൽ നിന്ന് നിങ്ങൾക്ക് ലാഭമാണ് ഇനി വരാൻ പോകുന്നത് കേട്ടോ. പിന്നെ എന്താ പറഞ്ഞ വെച്ചാ ഇപ്പൊ കുറെ ഹൃദയവേദന അനുഭവിച്ചു. ഒരുപാട് ഹൃദയവേദന, വേർപിരിയാതെ നിങ്ങൾ ഉപേക്ഷിച്ചു പോയെന്ന് പറഞ്ഞില്ല. അങ്ങനെ ഒരുപാട് അസ്വസ്ഥമാക്കുന്ന സമയം നിങ്ങൾ അനുഭവിച്ചു. ദൗർഭാഗ്യം, ദുരിതം, അങ്ങനെ നിങ്ങൾ കുറെ വേദനകൾ അനുഭവിച്ചു. ആരോ നിങ്ങളെ വളരെ ആഴത്തില് വേദനിപ്പിച്ച് പോയെന്നാണ് പറയണത്. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് വേദന അനുഭവിച്ചു. ഒന്നല്ല നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ ഇട്ടിട്ട് പോയിട്ടോ അങ്ങനെ ഒരുപാട് വേദനകളാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്. ആരും അപമാനിക്കുക, ആരും ഉപേക്ഷിച്ചു പോവാ, അങ്ങനെ വളരെയധികം ഹൃദയവേദന നിങ്ങൾ അനുഭവിച്ചു എന്നാ പറയണത്. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആരോ നിങ്ങൾ അകന്നു പോയിട്ടുണ്ടാവാ. അങ്ങനെ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചു എന്നാണ് പറയണത്. അപ്പൊ ആ ദുഃഖത്തിന്റെ ഒക്കെ അല്ലെങ്കിൽ നഷ്ടമായ ബന്ധത്തിന്റെ ഒക്കെ ആ വിഷമം ഇപ്പോഴും നിങ്ങളുടെ മനസ്സിനെ വളരെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്.
ഇപ്പൊ ഇത് റിലേഷൻഷിപ്പ് ഉള്ളവരാണ് കാണുന്നത് എങ്കിൽ അതിലൊരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആണ് നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയത്. നിങ്ങളുടെ വ്യക്തി ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ആ തേർഡ് പാർട്ടി പലതും ആവാട്ടാവെ, സാമ്പത്തികമോ അല്ലെങ്കിൽ ഒരു പേഴ്സണോ അല്ലെങ്കിൽ ഫാമിലിയോ ഫ്രണ്ട്സോ ആര് വേണമെങ്കിലും ആവാം തേർഡ് പാർട്ടി. അപ്പൊ ആ തേർഡ് പാർട്ടി കാരണം കൊണ്ടാണ് നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോയി നിങ്ങൾ ഒരുപാട് വേദനിച്ചത്. അപ്പൊ അതുകൊണ്ട് കണ്ണുനീരും ഹൃദയാഘാതം ഒരുപാട് സങ്കടം കലഹം അങ്ങനെ ഭയങ്കര സങ്കടത്തിലാണ് നിങ്ങള് വേദനിച്ചുകൊണ്ടിരുന്നത്. തേർഡ് പാർട്ടി ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും പ്രയാസങ്ങൾ ഇത്രയും ഒരുപാട് സങ്കടങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്. പിന്നെ നിങ്ങൾ എന്തായാലും നീതി കിട്ടണം, നിങ്ങൾക്ക് നീതി കിട്ടണം എന്ന് പറഞ്ഞിട്ട് നിങ്ങള് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നീതി കിട്ടാൻ പോവാണ്. ഇനി നിങ്ങള് റൈറ്റ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ പോവാണെന്നാണ് പറയണത്. ഇനി നിങ്ങൾക്ക് ലീഗലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് നീതി കിട്ടാൻ പോവാണ് കേട്ടോ. കോടതി കാര്യങ്ങളാ, ഡിവോഴ്സാ, എന്തെങ്കിലും ലീഗലായിട്ടുള്ള എന്ത് കാര്യങ്ങളല്ലെങ്കിലും ഇപ്പൊ ഭൂമി സംബന്ധമായിട്ട് എന്തെങ്കിലും ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾക്കാണ് നീതി കിട്ടാൻ പോകുന്നത്. അങ്ങനെ നിങ്ങളിലേക്കല്ല സക്സസും വിജയും എല്ലാം നിങ്ങളിലേക്കാണ് ഇനി വരാൻ പോകുന്നത് കേട്ടോ. പിന്നെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇനി മെച്ചപ്പെടാൻ പോവാണ്. ഇത്രയും കാലം നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു, ദുരിതങ്ങളും ദുഃഖങ്ങളും എല്ലാം അനുഭവിച്ചു. ഇനി നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ച് മെച്ചപ്പെടാൻ തുടങ്ങുന്ന സാഹചര്യത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. സമാധാനത്തിലേക്ക് ഐക്യത്തിലേക്കൊക്കെ നിങ്ങൾ നീങ്ങാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ബുദ്ധിമുട്ടുള്ള ഒരു സമയം കഴിഞ്ഞു, ഇനി നല്ലൊരു ഭാവിയിലേക്ക് നിങ്ങൾ പോകുന്നു എന്നാ പറയുന്നത്. നിങ്ങൾക്ക് ഒരു യാത്ര പോവാനൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക്, അതായത് വിദേശയാത്രയൊക്കെ പോവാൻ ഉദ്ദേശിച്ചിട്ടുള്ളവർക്ക് അതൊക്കെ പോവാനായിട്ട് ഒരു സാധ്യത ഉണ്ട്. കുടുംബത്തോടൊപ്പം അല്ലെങ്കിൽ ഒറ്റയ്ക്കൊക്കെ വിദേശത്ത് പോയി വരാനൊക്കെ ഒരു സാധ്യതയുണ്ട്. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ആശ്വാസം, സ്ഥിരത, രക്ഷപ്പെടല്, പലായനം ചെയ്തല്, യാത്രകൾ, അന്താരാഷ്ട്ര ചെയ്ത്, ഇതൊക്കെ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നതാണ്. എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിന് രോഗശാന്തി കിട്ടുക, പുരോഗതി കിട്ടുക. നിങ്ങളിലേക്ക് ഇനി എല്ലാം നല്ല മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി വരാനിരിക്കുന്നത് കേട്ടോ. ഇപ്പൊ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെല്ലാം തീർന്നു എന്നാണ് പറയുന്നത്. നിലവിലെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാണ്. അപ്പൊ ഇനി തടസ്സങ്ങളൊക്കെ മറികടക്കാൻ, വേദനയിൽ നിന്നൊക്കെ ഇനി രക്ഷയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ആണ് പറഞ്ഞത്. 6 ഓഫ് വാണ്ട്. ഇൻ ലൈഫിൽ ഒരു നല്ല വാർത്ത നിങ്ങൾ കേൾക്കാൻ ഒരു സമയമായി എന്ന് പറഞ്ഞു. നിങ്ങളിലേക്ക് നല്ല വാർത്തകൾ വരുന്നു, ലൈഫിൽ നല്ല സന്തോഷം ഇനി വരുന്നു, സക്സസും വിജയമൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള വ്യക്തിയാണെന്നാണ് നിങ്ങൾ പറയുന്നത്. ജോലിയിൽ ഇനി പ്രൊമോഷൻ കിട്ടാ, യോഗ്യത കിട്ടാ, അംഗീകാരം, സാമ്പത്തിക ഉയർച്ച എല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. ലൈഫിൽ ഒരു സുപ്രധാന ലക്ഷ്യം കൈവരിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ആത്മവിശ്വാസവും വിജയവും പരിശ്രമിച്ചതിനൊക്കെ ഫലം കാണാൻ പോകുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി നിങ്ങൾ ഒരു സ്റ്റാർ ആവാനായിട്ടാണ്, ഒരു ന്യൂ പേഴ്സൺ ആവാനാണ് നിങ്ങൾ ഇനി പോണത്. കഴിഞ്ഞ ദുഃഖങ്ങളും ദുരിതങ്ങളെല്ലാം തീർന്നു, അതെല്ലാം അവസാനിച്ച് ഇനി നല്ലൊരു വേവലാതിയില്ലാത്ത, ഒരു പ്രശ്നങ്ങളും ഒരു ടെൻഷൻ ഇല്ലാത്ത നല്ലൊരു ന്യൂ പേഴ്സൺ ആവാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഒരു കാര്യങ്ങളെ കുറിച്ച് വേവലാതി ഉണ്ടാവില്ല, വിഷമമൊന്നും ഉണ്ടാവില്ല കേട്ടോ. കുറെ ഓപ്പർച്യൂണിറ്റീസ് പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുന്നുണ്ട്. ഫ്രീഡം ഒക്കെ പറയാം, നിങ്ങൾക്ക് ഫ്രീഡം ഒക്കെ ഇനി കിട്ടാൻ പോകുന്നു എന്നാണ് പറയണത്. വലിയ പ്രശ്നങ്ങൾക്കൊക്കെ ശേഷം ഇനി ശാന്തതയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ലൈഫിൽ ഒരു വലിയ പ്രോബ്ലം നടന്നതിന് ശേഷമുള്ള ശാന്തതയാണ് ഇനി പറയുന്നത്. ഇനി നിങ്ങളൊരു സ്റ്റാർ ആവാൻ പോകുന്നു എന്നാണ് പറയുന്നത്. പുതിയ അവസരങ്ങളൊക്കെ വരാം, പുതിയ പ്രതീക്ഷകളൊക്കെ ഉണ്ടാവാൻ പോകണം എന്നാണ് പറഞ്ഞത്. ഒരു സ്റ്റാർ ആവാൻ പോകുന്നു എന്നാണ് പറയുന്നത് നിങ്ങൾ ഇനി കേട്ടോ. പിന്നെ പുറപ്പാണ്ട് ഇനി നിങ്ങൾക്ക് സമാധാനവും സംതൃപ്തിയും എല്ലാം വരാൻ പോകുന്നുണ്ട് ലൈഫിലേക്ക്. ഇപ്പൊ അടുത്ത കാലത്ത് ചെയ്ത ജോലിക്കൊക്കെ അഭിനന്ദനങ്ങൾ ലഭിക്കാൻ പോകുന്നു. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലം ആസ്വദിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങള് വിവാഹം നോക്കി നടക്കുന്നവർക്കാണെങ്കിൽ വിവാഹം നടക്കാൻ പോകുന്നു. അല്ലെങ്കിൽ ഇപ്പൊ റിലേഷൻഷിപ്പില് നോ കോണ്ടാക്ട് ആയിട്ട് മിണ്ടാതെ ഇരിക്കുന്നവരാണെങ്കിൽ, ലെസ് കോണ്ടാക്ട് ഒക്കെ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ റീയൂണിയൻ
വരാൻ സംഭവിക്കാൻ പോകുന്നു. സക്സസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി എല്ലാ സക്സസ് ആണ് വരാൻ പോകുന്നത്, സെലിബ്രേഷൻ ആണ് വരാൻ പോകുന്നത്. ലൈഫിൽ ഒരു സെലിബ്രേഷൻ നടക്കാൻ പോകുന്നു എന്നാണ് പറയണത് കേട്ടോ. രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പൊ അതില് ടെൻഷൻ ആയിട്ടാണ് നിൽക്കുന്നത്. അതിലേതോ ഒന്ന് തെരഞ്ഞെടുക്കണം. അപ്പൊ അതിന് ഒരു റിസ്ക് എടുക്കണം. അതിൽ രണ്ട് കാര്യങ്ങളിൽ ഒന്ന് തെരഞ്ഞെടുക്കണം. അപ്പൊ അതേതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് കഴിയണില്ല എന്നാണ് പറയണത്. അപ്പൊ ആ ഒരു തീരുമാനം എടുക്കാൻ കഴിയാണ്ട് ഇങ്ങനെ നിങ്ങള് വിഷമിച്ചുകൊണ്ടാണ് ഇരിക്കണത് കേട്ടോ. അങ്ങനെ പിന്നെ ആണെങ്കിൽ അസംതൃപ്തിയും വിരസതയും വിഷാദം അങ്ങനെ കുറെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കുറെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അനുഭവിച്ചു. അതിന് ഒരു ഇതായിട്ടാണ് ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നോണ്ടാണ് നിങ്ങൾ അത്രയും ഇത് അനുഭവിച്ചത്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് റീയൂണിയൻ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് വിഷമം, നഷ്ടപ്പെടല്, കുറ്റബോധം, അലസത റിലേഷൻഷിപ്പില് നിങ്ങൾ ഇട്ടിട്ട് പോയി. അതൊരു തേർഡ് പാർട്ടി ഉണ്ടായിട്ട് അത് ഇട്ടിട്ട് പോയി. ഇനി എന്തായാലും അവർ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. റീയൂണിയൻ പറയുന്ന അപ്പൊ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും എന്നാണ് പറയുന്നത് കേട്ടോ. പോയവർത്തുനിന്നൊക്കെ ശരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കും അവർക്ക് കേട്ടോ. അപ്പൊ എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്ന അടുത്ത വീഡിയോ ഇടുന്നവരേക്ക് ഇത് വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.